സൂചിപ്പിക്കാറുള്ളത്. ഏതായാലും ചെസ് ഈ അടുത്ത കാലത്തായി നമ്മുടെ പ്രദേശത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഈ സെബാസ്റ്റ്യൻ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. കുറേയേറെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധ വെച്ച് ഇടപെട്ട് നമ്മുടെ ഈ പേരാവൂരിൻ്റെ ഇന്നത്തെ സാഹചര്യം ഉപയോഗപ്പെടുത്തി ജനപ്രതിനിധികളെല്ലാവരും ചേർന്നുകൊണ്ട് താരങ്ങളെ വളർത്തി കൊണ്ടുവരാൻ കഴിയുന്ന തരത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കരുത്ത് നൽകുന്ന നിലയിൽ അല്ലെങ്കിൽ അതിനൊരു പ്രോത്സാഹനമെന്ന നിലയിൽ ഈ അവധിക്കാല ത്രിദിന ചെസ് പരിശീലന ക്യാമ്പ് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്നതേ ഉള്ളൂ. ഉദ്ഘാടനം വരുന്നത് വരെ നമുക്കിവിടെ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കേണ്ടതിനാൽ അങ്ങോട്ട് പോകും. എന്തായാലും 11 മണിക്ക് എന്തായാലും നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ നമുക്ക് പോകണം. എന്തായാലും കുറച്ച് സമയം കൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായി നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് അടുത്തായി ഉദ്ഘാടകൻ വരുന്നതിന് മുമ്പ് ആശംസയും അറിയിക്കുന്നതിന് മറ്റ് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതുകൊണ്ട് അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ കോച്ച് സുജീഷ് KP അല്ല ജ്യോതിലാൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ചെസ് പ്രേമികളെ, ചെസ് കളിക്കാരെ, ജിമ്മി ജോർജിന്റെ പേരിൽ അറിയപ്പെടുന്ന അനശ്വരമായ ഈ ഗ്രാമത്തിലേക്ക് പേരാവൂരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഇതാദ്യമായിട്ടുള്ള ഞാൻ പേരാവൂരിൽ വരുന്നതിന് മുമ്പ് പേരാവൂർ ജിമ്മി ജോർജിന്റെ പേരിൽ ചെസ് ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട്, അവിടെ ചാമ്പ്യനായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇവിടെയുള്ള ചെസ് പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഒരു കൈ സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ത്രിദിന ചെസ് പരിശീലന ക്യാമ്പ് നമ്മൾ നടത്തുന്നത് ചില സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ്. സാധാരണ നമ്മൾ ചെസ് ബോർഡ് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല നടത്തുന്നത്. ഇവിടെ ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് മോഡൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഇത് അറിയാത്ത ചിലർക്കും ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവരുടെയും കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം തുടക്കത്തിലേ പറയുന്നത്. അതായത് നമ്മൾ ചെസ്സിൻ്റെ ചില സോഫ്റ്റ്വെയർസും ആപ്സും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർക്ക് ആദ്യം തന്നെ ഒരു ചെസ്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലഘുലേഖ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുകയും അതിലെ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെ ഒരു ചെസ് കളി അപഗ്രഥിക്കാമെന്നും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മൂവ്സ് കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു രീതി അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, ഈ ക്യാമ്പിലൂടെ നമ്മുടെ ദീർഘകാല ലക്ഷ്യം എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ മാത്രമല്ല, നമുക്കൊരു ലോക ചാമ്പ്യൻ കൂടി ഉദയം ചെയ്യണം അല്ലെങ്കിൽ ഉദയം ചെയ്യിക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ലോക ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ചെസ്സിന് പലവിധ കാറ്റഗറി മത്സരങ്ങളുണ്ട്. അണ്ടർ 8 തൊട്ട് തുടങ്ങുന്നു സീനിയർ ചാമ്പ്യൻ. മുകേഷ് ആയതുപോലെ സീനിയർ ചാമ്പ്യൻ പട്ടറയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇതുവരെ ലോക ചാമ്പ്യൻ ഉണ്ടായിട്ടുണ്ട്. നിഹാൽ സെരീനാണ് അണ്ടർ 8 കാറ്റഗറിയിൽ അണ്ടർ 10 കാറ്റഗറിയിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതുപോലെ ആ കാറ്റഗറി തൊട്ട് നമുക്ക് ലോക ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാം. അതിന് ചെറുപ്രായത്തിലെ കുട്ടികളെ ചെസ്സിന്റെ പരിശീലനത്തിലേക്ക്, ചെസ് പഠിക്കുന്നതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പേരാവൂർ പോലത്തെ സുസജ്ജമായ ഒരു സ്ഥലം വേറെയുള്ള കേരളത്തിൽ, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളും ചെസ് കളിക്കാൻ പോയിട്ടുണ്ട്. പലയിടത്തും ചെസ് കോച്ചിങ് ക്യാമ്പുകൾ കണ്ടിട്ടുമുണ്ട്, ചിലയിടത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇത്രയും സുസജ്ജമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ചെസ് അക്കാഡമി അല്ലെങ്കിൽ ചെസ് കഫേ എന്ന് പേരിട്ടുള്ള ചെസ് പരിശീലന സ്ഥലം കണ്ടിട്ടില്ല.
ഇന്ത്യയിൽ എവിടെയും ഇല്ല. എനിക്ക് ദുബായ് ചെസ് ക്ലബിനെ കണ്ടിട്ടില്ല. എവിടെയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും തയ്യാറെടുപ്പോട് കൂടിയുള്ളതൊന്നും എവിടെയും ഉണ്ടാവില്ല. ഇത് ഇവിടെ ദിമിജോർ ഫൗണ്ടേഷന്റെയും സ്റ്റാൻലി ജോർജിന്റെയും മറ്റുള്ള എല്ലാവരുടെയും ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്ന് എനിക്ക് സംശയം പറയാൻ പറ്റും. എന്തു തന്നെയായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ചും ഈ പരിശീലന പരിപാടി പങ്കെടുക്കാതിരിക്കുന്ന എല്ലാ കുട്ടികളും കൂടുതൽ സൂചിപ്പിക്കുന്നതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന രാജ്യസഭ MD ശ്രീ സന്തോഷ് കുമാർ, ഇവിടുത്തെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഞാൻ കുറച്ച് ലേറ്റായി. ഇവിടെ പേരാവൂർ മരണമുണ്ടായിരുന്നു, അവിടെ പോയി കിട്ടുന്നത് കൊണ്ടാണ് ലേറ്റായത്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം ജ്യോതിലാൽ സാറ് പറയുന്നത് ശ്രദ്ധാപൂർവം പോയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ലോക ചാമ്പ്യന്മാരായി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നു മുതൽ 3 ദിവസം ഇവിടെ നടത്തുന്ന ചെസ് പരിശീലന ക്യാമ്പ് ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്രമാത്രം അപ്പം നമുക്ക് അറിയാം, നമ്മുടെ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജിമ്മി ജോർജ്. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗീത ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എത്രയും പ്രിയപ്പെട്ട ഈ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, അപ്രതീക്ഷിതമായി കുറച്ച് വൈകിയാണ് ഞാൻ ഈ ചടങ്ങിന് എത്തിയത്. സമയം ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട കളികളിലൊന്നാണ് ചെസ് എന്ന് പറയുന്നത്. നിശ്ചിതമായ സമയത്തിനുള്ളിൽ നിശ്ചിതമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ അത് വലിയ കളിയില് കൗശല്യ മികവുണ്ടെങ്കിൽ പോലും പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പേരാവൂരില് ജിമ്മി ജോർജ് സ്മാരക ചെസ് ക്ലബും സ്പോർട്സ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ വരുന്നത് എനിക്ക് വളരെ പ്രത്യേകമായ സന്തോഷമുണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ജിമ്മി ജോർജിന്റെ പേരിൽ സംഘടിപ്പിച്ച ഒരു റാപ്പിഡ് ചെസ് ടൂർണമെന്റിലെ 3ാം സ്ഥാനക്കാരനായിരുന്നു കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അത് അന്ന് ഈ രംഗത്തുള്ള ശ്രീ ജ്യോതിലാലിനും ഞങ്ങളെല്ലാം വലിയ അടുത്ത പരിചയക്കാരില്ലെങ്കിലും സ്റ്റാൻലി ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. നമ്മുടെ നിർശ്യ TK ജോർജ് നിരപ്പേൽ എന്ന് പറയുന്ന പഴയ നമ്മുടെ ഒരു ജോസഫ് സാറായിരുന്നു കളി ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്കിന്റെ പുറത്ത് ആ കളി ഞാൻ ജയിച്ചു. അല്ലെ അദ്ദേഹം ജയിക്കുന്ന കളിയാണ് റാപ്പിഡ് ആകുമ്പോൾ. അപ്പൊ അങ്ങനെ വളരെ എന്താണ് അദ്ദേഹം വളരെ നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ചെസ്സിനെ കുറിച്ചുള്ള പഴയ ചില പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാന് ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇവിടെ വരുമ്പോഴുള്ളത്. അദ്ദേഹം ഞാനുമായി താരതമ്യം നിന്ന് കളിക്കാരനല്ല, വളരെ പ്രഗത്ഭനായ കളിക്കാരനാണ്. പക്ഷെ എതിർച്ചയാണ് അത് സംഭവിച്ചു എന്ന് മാത്രം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലൊരു ചടങ്ങിലേക്ക് എന്നെ ഒരുപാട് തവണ സംഘാടകർ വിളിച്ചു. മറ്റൊരു ചടങ്ങിൽ കാണിക്കാത്ത താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. ഞാനിവിടെ വരുമ്പോൾ തന്നെ ഇതിന്റെ മുകളിലുള്ള ഫോട്ടോ എന്ന് പറയുന്നത്, വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത് പുതിയ ലോക ചാമ്പ്യന്റെ ഫോട്ടോ ആണ്, മുകേഷിന്റെ ഫോട്ടോ ആണ്. അപ്പൊ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. ഞങ്ങള് രാജ്യസഭയും പ്രത്യേകമായിട്ട് ആ മത്സരം നടന്ന് അദ്ദേഹം വിജയിച്ചതിന്റെ പിറ്റേ ദിവസം രാജ്യസഭയിലും ഒരു പ്രത്യേകമായ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായി. കാരണം ഒരു ഇന്ത്യക്കാരൻ ലോക ചാമ്പ്യനായതിന്റെ ഏറ്റവും നല്ല ഒരു സന്തോഷത്തിലാണ്. അപ്പൊ ചെസ് ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപിപ്പിക്കേണ്ടതിന്റെ ധാരാളമായ ആവശ്യങ്ങളുണ്ട്. കാരണം
നമ്മളെല്ലാവരും തന്നെ ഇന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ഒക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുട്ടിച്ചൻ അവർക്കരുടെ ഏറ്റവും മികച്ച ഒരു അക്കാദമിയിൽ പഠിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അത്തരം ശീലങ്ങളിൽ നിന്നെല്ലാം മോചിതരായിരിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ ധാരാളം കുട്ടികളെ അതിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരു പുരാതന ഗെയിമാണ് ചെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പുതിയ ധാരാളം കുട്ടികൾ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഈ പേരാവൂർ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെസ് ക്ലബ്ബുകളും ധാരാളം നല്ല താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അതൊക്കെ പുരുഷ കൈവശം വന്നുപോയി എന്ന് പറയാം. ഇപ്പൊ വീണ്ടും ഒരു നല്ല ചെസ്സിന് നല്ല ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ചെസ് പിന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് എല്ലാവരും തന്നെ ഈ കുത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ മൊബൈൽ ഫോണ് ഉപയോഗം കൂടിയോടുകൂടി കുത്തോട്ട് നോക്കിയിരിക്കും. ഈ കുത്തോട്ട് നോക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചശക്തി ഉൾപ്പെടെ ഭാവിയിൽ ബാധിക്കുന്ന ഒന്നാണ് എന്ന് വളരെ മനസ്സിലാക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കേണ്ടതെന്നല്ല, പല ആളുകളും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ധരിക്കുന്നത് ഈ ഫേസ്ബുക്കിനോ വാട്സപ്പിനോ എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ള മറ്റാണ് ഇവരിങ്ങനെ കുറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെടുത്ത് പോയാൽ ഈ സാധനത്തിലൊന്നും അപകടം സംഭവിച്ചു എന്ന് മറ്റിൽ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരെ ശ്രദ്ധിക്കുന്നില്ല. അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ കാണുമ്പോൾ ധരിക്കുക, ഈ കുട്ടികളെ നോക്കിയില്ലെങ്കിൽ ആള് നോക്കിയില്ലെങ്കിൽ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും അപകടം പറ്റുന്നുള്ള ഒരു ധാരണയാണ് അവരുടെ മനസ്സിലെന്ന് തോന്നുന്നു. പക്ഷെ പുത്തോട്ട് നോക്കിയാൽ ഒരു നഷ്ടവും ഇല്ലാത്ത ഏറ്റവും നല്ല മനോഹരമായ ഒരു കളിയുടെ പേരാണ് ചെസ് എന്ന് പറയുന്നത്. തികഞ്ഞ ഏകാഗ്രതയോടെ പോകണം. അപ്പൊ അതിനകത്ത് പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പരിശീലനം എന്ന് പറയുമ്പോൾ ചെസ്സിന്റെ ഒരു പുതിയ പ്രശ്നം എന്ന് പറയുന്നത് ചെസ്സിന്റെ ക്ലാസിക്കലായിരിക്കുന്ന ഗെയിമുകളുടെ എല്ലാം ഒരു കാലം ഒരു പരിധിയോളം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഏതൊരു ഓപ്പണിങ്ങിന്റെയും ആ ഓപ്പണിങ്ങിന്റെ വേരിയേഷനെയും സംബന്ധിച്ച് കമ്പ്യൂട്ടറുകളും എക്സ്പെർട്ടുകളുടെ സഹായത്തോടുകൂടി ഇന്ന് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ചെസ് കളിക്കാൻ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും മനസ്സിലാക്കാനുണ്ടായിരിക്കണം. പണ്ടും ഒരു താരം അയാളുടെ സെക്കൻഡേഴ്സ് സഹായികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കൃത്രിമ സാങ്കേതിക വിദ്യ AI കൂടെ വന്നു. ഉൾപ്പെടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്ന ധാരാളം ഗെയിമുകൾ, ഓരോ ഗെയിമിന്റെയും വേരിയേഷൻസ്. ഇപ്പൊ നമ്മൾ സാധാരണ തുടങ്ങുന്നത് നിങ്ങൾ പഠിച്ചവർക്കറിയാം, E4 രാജാവിന്റെ മുമ്പിലുള്ള ഫോണിന് നീക്കിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അവന് തുടർന്ന് സിസിലിയൻ ഡിഫൻസ് വരെ നിങ്ങൾ അറിയുന്നവർക്കറിയാം, ഏത് രീതിയിലേക്ക് ആ കളി പരിണമിച്ചാലും അതിന്റെ എത്രയോ വേരിയേഷൻസ് കംപ്ലീറ്റ് ലഭ്യമാണ്. അപ്പൊ മെമ്മറി ദാറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ചെസ് മാറിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. അവിടെ അതിനകത്ത് ടാലന്റിനേക്കാൾ ഉപരി മെമ്മറിക്ക് കുറെ പ്രാമുഖ്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ ചെസ്സിന്റെ തന്നെ സമാപനങ്ങൾ പലതും റാപ്പിഡ് ഗെയിമുകളും ബ്ലിറ്റ്സ് ഗെയിമുകളും ആക്കി പരിണമിക്കേണ്ടി വരുന്നത്. നിങ്ങളെ കളി അറിയുന്നവർക്ക് ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു. ചെസ് 960 എന്ന് പറയുന്ന പുതിയ വേരിയേഷൻ വന്നു. കാരണം ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഈ രീതിയിലെല്ലാം തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു ക്രമമുണ്ട്. അപ്പൊ അത് എങ്ങനെയും വെക്കാം പെരുക്കളെ. ഇങ്ങനെ രണ്ട് അവസാനിക്കുന്നതല്ല, നിങ്ങളെ തുടർച്ചയായ പരിശീലനവും ഏകാഗ്രതയും വലിയ തയ്യാറെടുപ്പുകളും അതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറ്റേ നമ്മളെ സാധാരണ പോലെ കളിച്ചു അതുകൊണ്ട് മാത്രം ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ സിൻസിയറായി സീരിയസ് ആയിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയം നീക്കി വെച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ മിസ്റ്റേക്കുകളൊക്കെ വരും, അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്തൊന്നും ഒരിക്കലും ആശ്രമിക്കും. ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ്. ടെൻഷൻ ഒഴികാനും ആവശ്യമാണ്. ഇപ്പോ ഏറ്റവും അവസാനത്തെ ലോക ചാമ്പ്യൻഷിപ്പ് ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് നോക്കുന്നതാണ്. നമ്മൾ ഗൂഗിളിൽ അതിന്റെ അവസാന ഭാഗം നോക്കുമ്പോൾ അറിയുന്നവർക്കറിയാം, നിങ്ങൾ കുടുംബത്തിണ്ടാവും, ഇന്ത്യക്കാരൻ ജയിച്ചു. ഇന്ത്യയിൽ നമ്മൾ മുകേഷ് ജയിച്ചപ്പോ രസകരമായ കാര്യം, അത് പിന്നെ വേറൊരു രാജ്യം ആരോപിച്ചത്, റഷ്യക്കാർ ആരോപിച്ചത് ചൈന ഇന്ത്യക്ക് വേണ്ടി തോറ്റു കൊടുത്തതാണ്. തോറ്റുകൊടുക്കുന്നത് അതൊരു ആരോപണമൊന്നും അറിയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സാധാരണ ചൈനയെ നമ്മൾ സഹായിക്കുമെന്ന് നമ്മൾ സാധാരണ പറയുന്നില്ല, ആരോപണമൊന്നും. ഇതൊക്കെ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാല് F2 എന്ന് പറയുന്ന ഒരു കളത്തിലേക്ക് ഒരു റൂക്കിനെ മാറ്റി ലോക ചാമ്പ്യനാണ് മാറ്റുന്നത്. അതുവരെയുള്ള ലോക ചാമ്പ്യനാണ് ഡിങ് ആണ് അയാളുടെ പേര്, അയാൾ മാറ്റുമ്പോൾ F2 കളത്തിലേക്ക് റൂക്കിനെ മാറ്റി. അപ്പൊ നിങ്ങളെ പൊസിഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇതിലേക്ക് അറിയാൻ പറ്റും അത് വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു. ആ ബ്ലണ്ടർ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് നിങ്ങളോട് ആശംസ അർപ്പിക്കാനെത്തുന്നത് നമ്മുടെ പേരാവൂർ സ്കൂൾ ഫൗണ്ടേഷൻ സെക്രട്ടറി കുട്ടിച്ച സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ അവരുടെ, അതുപോലത്തെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഉദ്ഘാടകരുമായി എത്തിച്ചേർന്ന രാജ്യസഭ MP P. സന്തോഷ് കുമാർ സാർ,
സ്വാഗത പ്രഭാഷണം നടത്തിയ സുജീഷ്, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചീഫ് കോച്ച് എൻ ജ്യോതിലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഗീത, കെ വി ബാബു, വി യു സെബാസ്റ്റ്യൻ, പെരാൾ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ്, നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന കോട്ടയം അരുണാസൻ, മറ്റു വേദിയിൽ സംസ്കൃതമായി എത്തിച്ചേർന്നുള്ള മാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. പേരാവൂര് ഇന്നിപ്പോ ഒരു സ്പോർട്സിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാം അറിയാം. ഏകദേശം ഒരു 1000-ഓളം ആളുകളാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അതെല്ലാം തന്നെ ഒരു ഇൻഡോറൻസ് മോഡൽ ട്രെയിനിങ് ആണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പേരാവൂര് ജിബി ജോർജ് ചെസ് ക്ലബ്ബ് വളരെ കാലമായിട്ടുള്ള ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചവരാണ്. ഒരുപാട് ടൂർണമെന്റുകളെ കോച്ചിങ് ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചെസ് കോച്ചിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രോഗ്രാം ഇന്ന് ഇവിടെ നടത്തുന്നത്. ഈ ചെസ്സിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിലെ ആധുനിക ചെസ് യൂറോപ്പിലാണ് തുടങ്ങി വെച്ചത്. എങ്കിലും നമുക്ക് അഭിമാനിക്കാം. കാരണം ചതുരംഗക്കളിയിലൂടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യയിൽ തുടങ്ങിയ ചതുരംഗക്കളിയിൽ നിന്നാണ് ഈ ചെസ്സിന്റെ ഉത്ഭവം. ചെസ് എന്ന് പറയുമ്പോൾ അതൊരു യുദ്ധമാണ്, അതൊരു ബുദ്ധിമുട്ടുള്ള യുദ്ധമാണ്. തലച്ചോറിന് നല്ല കഠിനാധ്വാനമാണ്, തലച്ചോറിന്റെ പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗം. ചെസ് കളിയിലൂടെ ഒരു നിരവധി ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മെറിറ്റും ഡീമെറിറ്റും ഉണ്ടെന്ന് പറയുന്നവർ ഇതിന് ധാരാളം മെറിറ്റാണുള്ളത്. ഒരുപാട് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് നിരന്തരം നമ്മൾ ചെസ് കളിച്ചാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിപരമായ കാര്യങ്ങൾ. സ്ട്രെസ് കുറയ്ക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ 2022 നിലവിൽ വന്നത്. ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ സ്റ്റേഡിയം നമ്മുടെ സന്തോഷ് കുമാർ സാറ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വളരെ കാലമായിട്ട് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം ഒന്ന് പൂർത്തീകരിക്കുക. അതിന്റെ റിനോവേഷൻ ഞങ്ങൾ ചെറിയ രീതിയിൽ കഴിഞ്ഞ മാരത്തോണിൽ നിന്ന് കിട്ടിയ ചെറിയ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് മുമ്പോട്ട് കൊണ്ടുപോയി ഏകദേശം 5 കോടി രൂപയെങ്കിലും അതിനാവശ്യമാണ്. സ്റ്റാർട്ടിംഗിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ഞങ്ങളുടെ മാരത്തോണിന്റെ ലാഭത്തിൽ നിന്ന് എടുത്തത്. അപ്പം നിങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്നവര് കുട്ടികളാണ് കൂടുതലെങ്കിലും മനസ്സിലാക്കേണ്ടത്. ഒരു മാരത്തോൺ നടത്തുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഒക്കെ ഒരുപാടുണ്ട്. അതിന് മെയിനായിട്ട് അതിന് പങ്കുവഹിക്കുന്നത് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഊർജ്ജസ്വലരും കർമ്മനിരതരമായ മെമ്പേഴ്സ് ആണ്. അവരിവിടെ സന്നിഹിതരായിട്ട് പലരും, ചില ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൂടാതെ ഈ പ്രദേശത്തുള്ള 10-15 ക്ലബ്ബുകൾ, സൊസൈറ്റികൾ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവരെ എങ്ങനെ PSF-നോട്, പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനോട് ഏത് രീതിയിൽ ചേർന്ന് നിർത്താം. ചേർന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ അവരെ നമ്മുടെ ഇതിനകത്ത് എല്ലാവരും ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. അവര് മറ്റൊരു ക്ലബ്ബായി അല്ലെങ്കിൽ സൊസൈറ്റിയെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് CSR ഫണ്ട് പോലുള്ള ഫണ്ടുകൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. 12 രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു. ഉടനെ തന്നെ ATG രജിസ്ട്രേഷൻ കിട്ടും. ATG കൂടെ ആയി കഴിഞ്ഞാൽ CSR ഫണ്ടിന്റെ ഒരു രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ ഫണ്ടുകൾ വരും. ആ ഫണ്ടുകൾ വരുന്നതോടുകൂടി ഈ പ്രദേശത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബുകളെ, സൊസൈറ്റികളെ എല്ലാം വേണ്ട സഹായം അങ്ങോട്ട് ചെയ്യുകയും നമുക്ക് മാരത്തോൺ പോലെയുള്ള വലിയ ഇവന്റുകൾ വരുന്ന സമയത്ത് അവരെ കൂടി നമുക്ക് ചേർത്ത് നിർത്തി അവർക്ക് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കായിക ഗ്രാമമായി പേരാവൂരിനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് വില്ലേജ് ആണ് ഇന്ത്യയിലെ പേരാവൂർ. കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൊച്ചിയിലെ ഹിയറിംഗിന് പോയപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട്, ഇൻകം ടാക്സിന് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് സംസാരിച്ചു. സാറിന് ഞങ്ങൾക്ക് ATG തരാൻ അല്ലെങ്കിൽ 12 തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേരാവൂരിലേക്ക് വരൂ. പേരാവൂരിലൊരു ആ ഗ്രാമത്തില് ഉള്ള ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഒരു ദിവസം വന്നു പോകുന്ന കുട്ടികൾ, കായികക്ഷമത പരിശീലനം നടത്തുന്ന കുട്ടികൾ, അതുപോലെ തന്നെ വോളിബോൾ ക്യാമ്പിലുള്ള കുട്ടികൾ, ഫുട്ബോൾ ക്യാമ്പിലുള്ള കുട്ടികൾ, ആർച്ചറിയുള്ള കുട്ടികൾ, അത്ലറ്റിക് ക്യാമ്പിലുള്ള കുട്ടികൾ, സ്വിമ്മിംഗ് പഠിക്കുന്ന കുട്ടികൾ, ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ യാതൊരു വിധ ആക്ടിവിറ്റി റിപ്പോർട്ടും ഇല്ലാതെ തന്നെ സാറിന് ഈ 12 രജിസ്ട്രേഷൻ, ATG രജിസ്ട്രേഷൻ തരാൻ പറ്റുമെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അവിടെ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. നമുക്ക് ATG കൂടി കിട്ടും, CSR ഫണ്ട് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ജിമ്മി ജോർജ് സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, നമ്മുടെ നാട്ടുകാരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, മറ്റുള്ള ക്ലബ്ബുകളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ വേണം. അതുകൊണ്ട് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പ്രസിഡന്റിനെ കുറിച്ച് പറയാം. വളരെ കാലം പേരാവൂരിൽ നിന്ന് വിട്ടുനിന്ന ജിമ്മി ജോർജ് കുടുംബത്തിലെ അംഗമാണ് സ്റ്റാൻലി ജോർജ്. അദ്ദേഹം കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കാലമായിട്ട് പേരാവൂരിനോട് ചേർന്ന് നിന്ന് ഇവിടെ എന്തും ചെയ്യാൻ വേണ്ടി, ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇപ്പോൾ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ബിസിനസ് മേഖലയിലുള്ള ആളാണ്. എന്നാലും നമ്മളോട് എല്ലാ കാര്യത്തിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഇന്ന് ഈ കോച്ചിങ് ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്റ്റാൻലി ജോർജ് സാറിന്റെ
സാറ് 2 വാക്ക് സംസാരിക്കാൻ എന്നോട് സംസാരിക്കാൻ സാറ് ക്ഷണിക്കുക. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ശ്രീ സന്തോഷ് കുമാർ, വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു ചെസ് കഫേ പോലുള്ളൊരു സങ്കല്പം ഉണ്ടാക്കുന്നതിന് എനിക്കൊരു പ്രചോദനം തന്നത് തീർച്ചയായിട്ടും പുറമെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു അകാലത്തിൽ മരണമടഞ്ഞുപോയ ഒരു ചെസ് താരമുണ്ടായിരുന്നു, ചാണപ്പാറ ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചെസ് കളിക്കായിരുന്നു. അപ്പോൾ ഒരു ചെസ് കഫേ എന്നുള്ളൊരു ആശയം അപ്പോൾ അതിൽ നിന്നായിരിക്കും വന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനത്തിന്റെ അതിനൊരു വിഷയമുണ്ട്, അതായത് നമുക്ക് ഒരു ക്ലാസ് പ്ലേസിനെ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ഒരു സൗകര്യത്തിനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അവർക്കിരുന്ന് അത് വിശ്രമിക്കണം, ഒരു ചായ കുടിക്കണം, ഒരു ലൈബ്രറി ഒന്ന് വായിക്കണം. അതും ഇതിന്റെ കൂടെ ഞങ്ങൾ കൺസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഒക്കെ ആയിട്ടുണ്ട്. വരും കാലങ്ങളിൽ നിങ്ങളെല്ലാം ഇത് പ്രയോജനപ്പെടുത്തി മിഡിൽ ക്ലാസ് താരങ്ങളെ നാട്ടിൽ നിന്ന് ഉയർന്നുവരട്ടെ. എല്ലാ ആശംസകളും. ബഹുമാനപ്പെട്ട MP, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുട്ടികളെ, മാധ്യമപ്രവർത്തകരെ, ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ കൺസേൺ അടിച്ചാണ് ഇരിക്കുന്നത്. ജ്യോതിലാൽ സാറിനെ ഈ കോച്ചിങ് ക്യാമ്പ് എത്രയും വേഗം തുടങ്ങേണ്ട ആവശ്യകതയുണ്ട്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾക്കൊക്കെ അറിയാം, IPL പിന്നെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നിർഭാഗ്യകരമായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ അതിലൊരു പ്ലെയർ ഉണ്ട്, യുസ്വേന്ദ്ര ചാഹൽ. അദ്ദേഹം പിന്നെ എതിരാളികളുമായിട്ടുള്ള കളിയിൽ വളരെ കുറഞ്ഞ സ്കോറിന് അവരുടെ ടീം പുറത്താകുന്നു. 112 റൺസ് എത്താൻ തോന്നുന്നു. അപ്പൊ അതിനെ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൈവിരലിലെ മാന്ത്രിക സ്പിൻ ബോൾ ഉപയോഗിച്ചുകൊണ്ട് 4 വിക്കറ്റ് നേടിക്കൊണ്ട് അദ്ദേഹം ആ കളി ജയിച്ചു എന്നുള്ളതാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കളിയായി. അപ്പൊ ആ കളി ജയിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പത്രക്കാരൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ IPL പിന്നെ കഴിഞ്ഞ കുറെ കളികളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ, ആദ്യ 2-3 കളികളിൽ പുറത്തായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, എന്നെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത് ചെസ് കളിയാണ്. അദ്ദേഹം വേൾഡ് യൂത്ത് ചെസ്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു ചെസ് കളിക്കാരനാണ്. കൂടാതെ 2012 അണ്ടർ-12 വേൾഡ് ചാമ്പ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ക്ഷമയോടെ കാത്തിരിക്കുക. അതിനെന്നെ പഠിപ്പിച്ചത് മതങ്ങളുടെ നിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളോ രക്ഷിതാക്കളുടെ ശിക്ഷണങ്ങളോ അല്ല, മറിച്ച് ചെസ് കളി പഠിച്ചതുകൊണ്ടാണ്. അപ്പൊ അതിലൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. ഒരു ക്ഷമയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾക്കറിയാം ഏത് ലെവലിൽ വരെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ ഓട്ടോമാറ്റിക്കലി അവർക്കുണ്ടാകും. അപ്പൊ അത് പരിശീലനത്തിന് വേണ്ടിയാണ് കിട്ടുന്നത്. ചെസ് കളി അതിന് വലിയൊരു ഘടകമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഈ കളി ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കളി കൂടി തന്നെയാണ്. അദ്ദേഹം ജ്യോതിലാൽ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. വളരെ പ്രഗത്ഭനായ ഒരു കോച്ചാണ്. ഈ 3 ദിവസം കുട്ടികൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഗുഡ്ഡത്ത് ചെസ് കഫേയിൽ നിന്ന് ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. അതിനുവേണ്ട നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിൽപ്പെട്ട ആളുകളൊക്കെ വളരെ ചെസ് കളിയിൽ സജീവമായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ MP തന്നെ ഇവിടെ സൂചിപ്പിച്ചു, നല്ലൊരു ചെസ് കളിക്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹവും വിശ്വനാഥൻ ആനന്ദിനോട് ഒരേ സമയം 10 പേരോട് ഏറ്റുമുട്ടിയ ഒരു കളിക്കാരൻ കൂടിയാണ് അറിയാതെ. അപ്പം എന്തുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഒരുങ്ങി തന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മക്കളെ ഏക്കല്ലേ മോനെ ക്യാമറ ലേശം നമ്മുടെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനത്തി ഇവിടെ രാജ്യസഭ MP സന്തോഷ് സാർ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പുരുഷമായ ഈ കഫേയുടെയൊക്കെ ഇവരുടെ ഉത്ഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് വന്ന
എം ജോർജിന്റെ കുടുംബത്തിലെ അംഗമായ സരിസ, അതുപോലെ മോണി പറ്റീഴ്സിന്റെ സ്നേഹലോക ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഗീതേച്ചി, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിയിരുന്ന വിശിഷ്ടങ്ങളെ, ഇങ്ങനെ മുന്ന കുഞ്ഞുമക്കളെ. പേരാവൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യനെ പറഞ്ഞു, പേരാവൂരിലെ ഈ മണ്ണ്, തുമ്പി പ്രദേശത്തെ ഈ മണ്ണ് പ്രഗത്ഭനായ നമ്മുടെ ജോർജിന്റെ സ്പർശനമേറ്റ മണ്ണാണ്. ഈ മണ്ണില് കളിച്ചു വളരുന്ന ഓരോ കുട്ടികളും അന്തർദേശീയമായിട്ടുള്ള പല ടൂർണമെന്റിൽ ജയിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ എല്ലു പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണിൽ വരുന്ന ആ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തളച്ച് വളരുന്ന ഒരു മണ്ണാണ് നമ്മുടെ സ്പോർട്സിന്റെ. നമുക്കറിയാം, രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ഈ ഗ്രൗണ്ടിൽ ഈ മത്സരങ്ങളിലൊക്കെ നിറഞ്ഞ കുട്ടികളുടെ സാന്നിധ്യം, സ്പോർട്സിന്റെ പല ഐറ്റംസും എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പേരാവൂരിന്റെ പ്രത്യേകത. ഈ തുണ്ടി പ്രദേശത്ത് സ്പോർട്സ് ഏത് ഐറ്റത്തിൽ വന്നാലും കുട്ടികൾക്ക് പരിശീലനം നടത്താനുള്ള സൗകര്യമുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ ജിമ്മി ജോർജ് ഫാമിലി നമുക്ക് വലിയൊരു ഈ ഇപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾ ഇനി ഉള്ള കാലം നേടി ചാമ്പ്യന്മാരാകട്ടെ എന്ന് ആശംസിക്കുന്നു.